നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിച്ചത്. പതിവ് പോലെ തന്നെ ഇന്ന് തൃശ്ശൂരിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും മൈക്ക് പണിമുടക്കി. ഒന്നല്ല, നിരവധി തവണയാണ് മൈക്ക് പണിമുടക്കിയത്. പക്ഷേ പതിവിൽ നിന്ന് വിപരീതമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ മൈക്ക് പണിമുടക്കിയതിനെ മുഖ്യമന്ത്രി നേരിട്ടത് എന്നത് കാണണം. മാത്രമല്ല, ഈ മൈക്ക് ഞാൻ വരുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അപ്പോൾ നിങ്ങൾക്കൊരു വാർത്തയാകുന്നുണ്ട് എന്നുമൊക്കെ വാർത്താ മാധ്യമങ്ങളെ നോക്കി അദ്ദേഹം തമാശ പറയുകയുമൊക്കെ ചെയ്തു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ആലത്തൂരിലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആരോപണങ്ങൾ അത് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെയായിരുന്നു, സർക്കാരിനെതിരെയായിരുന്നു. നിരവധി കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അഴിമതിയുടെ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. കരുവന്നൂരിനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചുവെങ്കിലും മാസപ്പടി കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു വാക്ക് പോലും തിരികെ പ്രതികരിക്കാൻ പിണറായി വിജയന് സാധിച്ചില്ല. മാത്രമല്ല, ആ മാസപ്പടിയെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ അദ്ദേഹം വാർത്താ സമ്മേളനം നിർത്തി പോവുകയും അല്ലെങ്കിൽ മടങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഉന്നയിച്ച ഗൗരവകരമായ ആരോപണങ്ങളെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോയത് എന്ന് ചുരുക്കി പറയാം. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെയും CPIയുടെയും CPIMൻ്റെയും ഒക്കെ അക്കൗണ്ടുകളിന്മേൽ ആദായ നികുതി വകുപ്പിൻ്റെ പിടി വീണിരിക്കുന്നത് തുടരുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ നേതാക്കളുടെ റാലികളുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലികൾ നടന്നു. JP നദ്ദയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് റാലികൾ നമ്മൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കേട്ടതാണ്. പക്ഷേ ഇതിനിടയിലും ലോകം ആശങ്കയോടുകൂടി കാണുന്ന ഒരു വാർത്തയാണ് ഇസ്രായേലിലെ അല്ലെങ്കിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷം. ഇറാൻ്റെ സിറിയയിലുള്ള ഒരു നയതന്ത്ര കാര്യാലയം ആക്രമിക്കപ്പെട്ടു. ആ ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണ് എന്നാരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തിയത്. ഏതാണ്ട് 600-ലധികം ഡ്രോണുകളും 150-ലധികം മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാൻ ഒരു സുരക്ഷിതമായ ഒരു ആക്രമണമാണ് നടത്തിയത് എന്ന് തന്നെ പറയാം. ഡ്രോണുകളിൽ ആളില്ലാ വിമാനങ്ങളാണ്. മിസൈലുകൾ ഇറാൻ്റെ പക്കൽ ധാരാളമുണ്ട്. മിസൈലുകളുടെ ഒരു കൂമ്പാരം തന്നെയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ മിസൈൽ പ്രയോഗവും ഡ്രോൺ പ്രയോഗവും ഒക്കെ നടത്തി ഇറാൻ തങ്ങളുടെ ഭാഗത്തു നിന്നും ആൾനാശം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ഇസ്രായേലിന് ഒരു തിരിച്ചടി നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇറാൻ്റെ ഈ ആക്രമണം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ 90% പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 90% മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വച്ച് തന്നെ സൗദിയുടെയും ജിദ്ദയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇസ്രായേൽ വെടിവെച്ചിട്ടു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ആക്രമണം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. പക്ഷേ ഏതാനും ചില മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുകയും മാത്രമല്ല, ആക്രമണം വിജയിച്ചോ ഇല്ലയോ എന്നതല്ല, ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ ഇറാൻ തുനിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ, ഇറാൻ തന്നെ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ നയതന്ത്ര കാര്യാലയം ഇസ്രായേൽ ആക്രമിച്ചു, അതിന് പകരമായി ഞങ്ങളൊരു ആക്രമണം നടത്തി, പ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണ്, ഇനി ഇതിന് തിരിച്ചടിയുമായി ഇസ്രായേൽ വന്നാൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെ അത്തരത്തിൽ തിരിച്ചടിക്കരുത് എന്ന് ഇസ്രായേലിനോടും പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ നിലപാട് ഉചിതമായ സമയത്ത് തിരിച്ചടിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേൽ ഇറാനെ തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ്. ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ നടത്തിയത് ആളില്ലാ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ആക്രമണമാണ് എങ്കിൽ ഇസ്രായേൽ നടത്താൻ പോകുന്നത് വ്യോമാക്രമണമാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത F-16, F-15, F-35 വിമാനങ്ങളാണ് ഇസ്രായേൽ ഇതിനായി ഒരുക്കുന്നത് എന്നാണ് സൂചന. എന്തായാലും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്നും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത പല ആയുധങ്ങളും ഉപയോഗിക്കാൻ ഇറാൻ നിർബന്ധിതമാവുകയും ചെയ്യും എന്നൊരു ആരോപണം കൂടി, അതൊരു ആണവായുധത്തെ ഉപയോഗിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പരമ്പരാഗതമല്ലാത്ത ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതും ലോകം സംശയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്
ഇന്നത്തെ വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.